കുറച്ചുകൂടെ പേര് വരാനുണ്ടല്ലോ. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് നടക്കാം. റൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് അതിനൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ റൈറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്. So the topic for today is actually calculation of stress strain and deformation. കാൽക്കുലേഷൻ നിങ്ങൾക്ക് അത് കാണുന്നില്ല കേൾക്കുന്നില്ല എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ മക്കളെ കേൾക്കുന്നില്ലേ? ഫൈൻ. ഓക്കെ, സോ ദ ടോപ്പിക് ഫോർ ടുഡേ ഇസ് കാൽക്കുലേഷൻ ഓഫ്. കാണുന്നുണ്ടെങ്കിൽ പറയണേ. Calculation of stress, strain and deformation, strain and deformation in axially loaded members. In axially loaded members. Okay, so it is calculation of stress, strain and deformation in axially loaded members. Okay, ഇത് വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ ഫൈൻ, ഗുഡ്. റൈറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യത്തിൽ നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു വേരിയേഷനോട് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് പോകാം. എന്നിട്ട് അതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്സിലി ലോഡഡ് മെമ്പറിൽ സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ദെൻ യങ്സ് മോഡൽസ് കാണുന്ന പ്രോബ്ലംസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. നൗ നമുക്ക് അതിനെ ഒരു അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. റൈറ്റ്. സോ നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ, ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കി അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ ആൻ ആക്സിയലി ലോഡഡ് ബാർ അല്ലെ, ഒരു ആക്സിയലി ലോഡഡ് ബാറിന്റെ സിമ്പിൾ കേസ് നമ്മൾ ഓൾറെഡി നോക്കി. റൈറ്റ്. ആൻഡ് ഇഫ് സപ്പോസ് യു ഹാവ് എ ബാർ, യു ഹാവ് എ സർക്കുലർ ബാർ ആൻഡ് എ ലോഡ് P is applied on the circular bar, and if A is the cross-sectional area and if L is the length, and let the increase in length അല്ലെങ്കിൽ deformation let it be delta L. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. And the standard equation is your stress sigma is nothing but P by A. അല്ലേ? എന്നാ പ്രശ്നം? ഓ ഇത് കട്ടാണ്, കുറച്ച് അടുത്തോട്ട് കാണാൻ പറ്റുന്നില്ല. ഇല്ല സാർ, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ കാണുള്ളൂ. ആ ഓക്കെ. ഡയഗ്രാം കാണുന്നുണ്ടോ? ഹാഫ് ഹാഫ്. ഓക്കെ ആ ഓക്കെ ഫൈൻ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓൾറെഡി നോക്കിയ കൺസെപ്റ്റ് തന്നെയാണ്. ഫോർ എ സർക്കുലർ ബാർ വിത്ത് എ ലോഡ് ആക്ടിങ് അലോങ് ദ സെൻട്രോയിഡ്, ഇഫ് ദ ലോഡ് ഈസ് P and if the cross sectional area is A and if the initial length is L, നമ്മൾ പറഞ്ഞു stress sigma is nothing but P by A. Right. Now if the increase in length അല്ലെങ്കിൽ ഇവിടുത്തെ deformation, if the deformation is delta L, okay, അത് delta L ആയിട്ട് നിൽക്കട്ടെ. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് അല്ലെങ്കിൽ വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എങ്കിൽ, ഓക്കെ, എന്ന് വെച്ചാൽ ചെറിയൊരു ലോഡ്, ഓക്കെ, സോ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ then നമുക്കറിയാം your stress by strain is nothing but E, or it is Young's modulus എന്ന് പറയും അല്ലെ. axial stress by axial strain അല്ലെങ്കിൽ linear stress, the ratio of linear stress to the linear strain എന്ന് പറയുന്നത് is nothing but Young's modulus. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. റൈറ്റ്. now if suppose നിങ്ങളോട് പറയാണ് find the deformation of this bar, ഓക്കെ, ഈ ബാറിൽ ഉണ്ടാവുന്ന ഒരു ലോഡ് P, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് ഞാൻ ഇതിനെ പിടിച്ച് വലിച്ചു, ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. റൈറ്റ്. ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് ഇതിനെ വലിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉണ്ടാവുന്ന ഡീഫോമേഷൻ എത്ര അല്ലെങ്കിൽ
ഡെൽറ്റ എൽ വാല്യൂ എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അതിനൊരു സിമ്പിൾ ഫോർമുല കണ്ടെത്താവുന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ടും ചെയ്യാം, നിങ്ങൾ ഇതുവരെ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാം. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഡിഫോർമേഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ആണ് ഇത് അല്ലെ. എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ ആക്ച്വലി ഇത് എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ആണ്. റൈറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ സിഗ്മ, ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ലെറ്റ് ദിസ് ബി മൈ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 in 2 എനിക്ക് ഇങ്ങനെ കിട്ടും, പി ബൈ എ ഡിവൈഡഡ് ബൈ, കാണുന്നുണ്ടോ, ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. റൈറ്റ് റൈറ്റ്. ഓർ എനിക്ക് ഇങ്ങനെ എഴുതാം, പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഇ. ഓർ എനിക്ക് കാണേണ്ടത് ഡിഫോർമേഷൻ ആണ് അല്ലെ. ഓർ ഡിഫോർമേഷൻ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് പി എൽ ബൈ എ ഇൻറ്റു ഇ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് യുവർ ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ, വെർ പി ഈസ് യുവർ ഫോഴ്സ്. ഇത് സ്ട്രെസ് ആയി അല്ലെ. P is your force, A is your cross sectional area, L is your original length, and E is your Young's modulus. Right? Clear ആണോ? നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നോട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? യെസ്, ഫൈൻ. അപ്പോ വിത്ത് ദിസ് തിങ് ഇൻ മൈൻഡ് അല്ലെ, ഇത് വിത്ത് ദിസ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ മെയിൻ ടോപ്പിക് കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ആൻഡ് ഡിഫോർമേഷൻ ഫോർ ആക്സിയലി ലോഡഡ് മെമ്പർ ആണ്. അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്സിയലി ലോഡഡ് മെമ്പർ ആണ് ഇത്. വളരെ ഒരു സിമ്പിൾ ബാർ മാത്രമുള്ള അതിന്റെ രണ്ട് സൈഡിൽ പിടിച്ചു വലിക്കുന്ന ഏറ്റവും സിമ്പിൾ കേസ് ആണ് ഇത്. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റേ പോയിസോൺസ് റേഷ്യോ ഒന്നും ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളിപ്പം ചിലപ്പോൾ നമുക്ക് തോന്നാം ഇവിടെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ കംപ്രസ് ആവും. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിസോൺസ് റേഷ്യോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കുറച്ച് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, പോയിസോൺസ് റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രം. റൈറ്റ്, ഫൈൻ. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ സെക്കൻഡ് കേസിലേക്ക് പോവാം. റൈറ്റ്. നൗ സോ വിത്ത് ദിസ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ട് മൂന്ന് ഇക്വേഷൻസ് ആണ് ഇതുവരെ പഠിച്ചത്. ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒന്ന്, യുവർ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് പി ബൈ എ ആൻഡ് strain is nothing but delta L by L, and your deformation delta L ingane ezhudam, delta L small change in length, delta L is equal to PL by AE. Okay, so with this equation നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ആൻഡ് ഡിഫോർമേഷൻ ഫോർ ആൻ ആക്സിയലി ലോഡഡ് മെമ്പർ ആണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് കേസ്, ബാർസ് വിത്ത് ക്രോസ് സെക്ഷൻ വേരിയിങ് ഇൻ സ്റ്റെപ്സ്. ഓക്കെ, bars with cross sections varying in steps, അല്ലെങ്കിൽ or it is also called stepped bars. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇതുവരെ പഠിച്ചൊരു കൺസെപ്റ്റിനെ സ്റ്റെപ്ഡ് ബാറിലേക്ക് നമുക്കൊന്ന് പറിച്ചു നടാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, എന്താണ് സ്റ്റെപ്ഡ് ബാർ എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്ഡ് ബാർ വരച്ചു നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, സ്റ്റെപ്ഡ് ബാർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ക്രോസ് സെക്ഷനുള്ള ബാർസിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് സ്റ്റെപ്ഡ് ബാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏതാണ്ട് ഇതുപോലെ. ഓക്കെ, സോ നമ്പർ ഓഫ് ബാർസ്, ഇപ്പൊ ഇവിടെ ലെറ്റ് ദ നമ്പർ ഓഫ് ബാർസ് ബി 3. ഓക്കെ, ഒരു 3 ബാർസിനെ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, now let this be my first bar, let this be my second bar, and let this be my third bar. ഓക്കെ, ഇതെല്ലാം സർക്കുലർ ബാർ ആണെന്ന് എടുക്കാം. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ അതിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരക്കുന്നില്ല, സർക്കുലർ ബാർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ let it be subjected to a load P. ഓക്കെ, let it be subjected to a load P എന്ന് വെച്ചാൽ രണ്ട് ഡയറക്ഷൻ നമ്മൾ ലോഡ് P കൊടുക്കണം. 1 end ഫിക്സ്ഡ് ആയിരിക്കും. ഒരു ഫോഴ്സ് വരുമ്പോൾ there is an equal and opposite force, right? Okay, now there are 3 materials, 1, 2 and 3 അല്ലെ. നമുക്ക് 3 ബാർസിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെപ്ഡ് ബാർ എന്ന് പറയുന്നത് അല്ലെ. ഡിഫറെന്റ് ക്രോസ് സെക്ഷനുള്ള ബാർസിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത ഡിഫറെന്റ് ക്രോസ് സെക്ഷനിലെ ബാർസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പിനാണ് നമ്മൾ സ്റ്റെപ്ഡ് ബാർസ് എന്ന് പറയാം.
റൈറ്റ്. ഇതില് ആൻഡ് ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റന്റ് ലോഡ്. ഇതിലെ ഒരു സബ് കേസ് ആണ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റന്റ് ലോഡ്. കോൺസ്റ്റന്റ് ലോഡ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ലോഡ് പി മാത്രമാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. റൈറ്റ്. നൗ ലെറ്റ് ദ ലെങ്ത് ഓഫ് ദിസ് വൺ ബി L1, let the length of the second one be L2, and let the length of the third one be L3. Okay, and let the area of cross section be A1, area of cross section be A2, and area of cross section be A3. Okay, മൂന്നെണ്ണത്തിന്റെയും different cross sectional areas. Right. Now, if you are asked to find the stresses acting on the first one, stresses acting on the second one, stresses acting on the third one, എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു വൈൽഡ് ഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ ഇതിൽ ഓരോ പിന്നെ ബാറിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? ലോഡ് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയായിരിക്കും? സെക്കൻഡ് എലമെന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയായിരിക്കും? തേർഡ് എലമെന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയായിരിക്കും? എങ്ങനെ കാണാം? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ഐഡിയ? പോരട്ടെ അലേക്ക് എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? ഉത്തരം പോരട്ടെ. സിഗ്മ 1 P/. സിഗ്മ 1. ഓക്കെ, മൂന്നുപേരുടെയും സ്ട്രെസ് കോമ്പണൻസ് ലെറ്റ് ഇറ്റ് ബി. അപ്പൊ സ്ട്രെസ് ഇൻ ബാർസ് നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ കേസ് എടുക്കാം. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 1. എന്തായിരിക്കും സിഗ്മ 1ൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്? എന്തായിരിക്കും? സിഗ്മ 2 സിഗ്മ 3. സ്ട്രെസ് ഉണ്ടാവും. മക്കളെ, നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു എന്താ പറയാ, ഒരു പ്രോബ്ലം, എന്തോ ഒരു സംഗതി നമ്മളെ കയ്യിൽ തന്നെ ഒരു മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്ന പോലെ അങ്ങനെയൊന്നും കാണില്ല. ഇത് നമുക്ക് ആക്ച്വൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു മൂന്ന് ഇതുപോലെ 3 ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കാം. 3 ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ എൻഡിൽ പിടിച്ചു വലിച്ചു. ഇത് ഞാൻ ഇവിടെ ഫിക്സ് ആക്കി വെച്ചു. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എൻഡിൽ ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ഇപ്പുറത്ത് പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. ഒരു ഫോഴ്സ് പി വലിക്കുകയാണ്. റൈറ്റ്. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിൽ, ഈ എൻഡ് പോയിന്റിൽ ഞാൻ ഇതിനെ വിടുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 എലമെന്റ് കൺസിഡർ ചെയ്യാം. എന്റെ കയ്യിൽ ഒതുങ്ങാത്തോണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ച് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന സെയിം ലോഡിന്റെ എഫക്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലെ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. റൈറ്റ്. നൗ ഇഫ് എ ലോഡ് പി ഈസ് ആക്ടിങ് ഹിയർ, ഞാൻ ഇതിന്റെ ഒരു സെക്ഷൻ എടുത്തു വിചാരിക്കാം. ഇതിനെ ഞാൻ കട്ട് ചെയ്ത് 2 പീസാക്കി. ഇതേ ലോഡ് തന്നെ ആയിരിക്കും ഈ സെക്ഷനിൽ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുക. ശരിയല്ലേ? അല്ലേ? ഈ ഒരു എലമെന്റ് ഞാനൊരു ലോഡ് പി അപ്ലൈ ചെയ്തു. ഞാൻ ഇതിന്റെ ഒരു സെക്ഷൻ എടുത്തു. ആ സെക്ഷന്റെ അകത്ത് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പി തന്നെ ആയിരിക്കും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദിസ് എലമെന്റ് സെയിം ലോഡ് പി തന്നെയാണ് ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിനങ്ങോട്ട് കട്ട് ചെയ്ത് ഈ ഒരു പോർഷനിൽ ഞാൻ ഇതിന്റെ കട്ട് ചെയ്തെടുത്താൽ ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് പി തന്നെയാണ്. റൈറ്റ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ലോഡൊന്നും ഇല്ല. ഇനി ഞാൻ ഇപ്പുറത്തെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് നോക്കി. എവിടെ എനിക്ക് അറിയാൻ പറ്റുന്നത് ഒരു ലോഡ് പി തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഈ ഒരു പോയിന്റ് ഞാൻ കട്ട് ചെയ്താൽ എനിക്കറിയാം ഓൾറെഡി ലോഡ് പി തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുക. റൈറ്റ്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ സെയിം ഫോഴ്സിന്റെ റിയാക്ഷൻ ഇവിടെ കിട്ടുള്ളൂ. റൈറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ എലമെന്റ്സിനെ ഓരോന്നിനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ഓരോ എലമെന്റിനെയും സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 3 എലമെന്റ്സിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് യുവർ തേർഡ് വൺ. ഓക്കെ, സോ 3 കണ്ടീഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി തന്നെയാണ്, അല്ലെ? അതിന്റെ ഇടക്ക് വേറൊരു ഫോഴ്സും വരുന്നില്ല. യുവർ സെയിം ഫോഴ്സ് പി ഈസ് ആക്ടിങ്. Right, same force P is acting on all the 3 elements. Clear ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒരേ ഫോഴ്സ് തന്നെയാണ്. ഒറ്റ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്താലും അതേ ഫോഴ്സിന്റെ എഫക്ട് മറ്റേ സൈഡിലും ഉണ്ടാവും. ശരിയല്ലേ? ഇവരെ എന്റെ പിടിച്ച് വലിക്കുകയാണ്, ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുകയാണ്. ആ ഫോഴ്സിന്റെ എഫക്ട് എന്റെ ഈ ഒരു പോർഷനിൽ നോക്കിയാൽ ആ ഫോഴ്സിന്റെ എഫക്ട് ഉണ്ട്. ഇപ്പുറത്തെ പോയിന്റ് നോക്കിയാൽ അതേ ഫോഴ്സിന്റെ എഫക്ട് തന്നെയാണ്. റൈറ്റ്. സോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഓൾ ദ 3 elements is P. ശരിയല്ലേ? അല്ലേ?
Yes, sir. Okay, അങ്ങനെയാണെങ്കിൽ then your stress acting on the first element is nothing but P by A1. അല്ലേ? കാണുന്നില്ല അല്ലേ? Okay. ഇങ്ങനെ മുകളിൽ എഴുതാം. Stress acting on the first element is nothing but P by A1. അല്ലേ? ശരിയല്ലേ? സെയിം ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലേ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ കോമൺ ആയിട്ട് എടുക്കുക. സോ സിഗ്മ ഫോർ ദ സെക്കൻഡ് വൺ ഇസ് നത്തിങ് ബട്ട് P by A2 and sigma 3 is nothing but P by A3. Right, clear ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ. നമ്മൾ ഇവിടെ ചെയ്ത ഒറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഒരു സിംഗിൾ ബാറിന്റെ കേസ് നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, പ്രോബ്ലം ചെയ്ത് നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാർ അല്ല, എൻ്റെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ബാർ ഉണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ബാർ ഉണ്ട്. ആ ഒന്നിൽ കൂടുതൽ ബാറിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എൻഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഓരോ എലമെന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്ര? അതാണ് ചോദ്യം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാണാം. രണ്ട് എൻഡിലും ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതേ ഫോഴ്സ് ആണ് ഓരോ എലമെന്റിലും ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ബാറിലും ഷെയർ ചെയ്തിരിക്കുന്നത് സെയിം ഫോഴ്സ് തന്നെയായിരിക്കും. സോ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് P ഫോർ ദ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ, and you can directly find the stress for first one is nothing but P by A1, second one P by A2, and third one P by A3. Right, now if you are asked to find the total deformation, then അങ്ങനെയാണെങ്കിൽ the total deformation എന്താണ്? ഒരു സിംഗിൾ ബാറിന്റെ കേസിലാണ് ഡെൽറ്റ എൽ ആണ് അതിന്റെ ഡിഫോർമേഷൻ. ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അതിലെ ഡിഫോർമേഷൻ. റൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ബാറിന്റെ ഡിഫോർമേഷൻ എത്രയായിരിക്കും? നമുക്ക് ഇങ്ങനെ പറയാം, ഡെൽറ്റ എൽ ബി ദ ടോട്ടൽ ഡിഫോർമേഷൻ. ഓക്കെ, ടോട്ടൽ ഡിഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഡെൽറ്റ എൽ ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ എൽ ഓഫ് ഫസ്റ്റ് ബാർ പ്ലസ് ഡെൽറ്റ എൽ ഓഫ് സെക്കൻഡ് ബാർ പ്ലസ് ഡെൽറ്റ എൽ ഓഫ് തേർഡ് ബാർ. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഈ ലോഡ് P കൊണ്ട് ഈ ഒരു ഫസ്റ്റ് ബാറിന്റെ കേസിൽ എനിക്കൊരു ഡിഫോർമേഷൻ ഉണ്ടാവും അല്ലെ, ഇതുപോലെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. സെക്കൻഡ് ബാറിൽ ഇതുപോലെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. തേർഡ് ബാറിൽ ഇതേപോലെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. ഇത് മൊത്തം ആഡ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ബാറിന്റെ ഡിഫോർമേഷൻ. ശരിയല്ലേ? അല്ലെ? വളരെ സിമ്പിൾ ആണ്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാ മൂന്ന് എലമെന്റ് 3 ബാർ ഒരുമിച്ച് വെച്ചു, പിടിച്ചു വലിക്കുമ്പോൾ ഈ ബാറിൽ കുറച്ചൊരു എലോങ്ങേഷൻ വന്നു, രണ്ടാമത്തേലും കുറച്ചൊരു എലോങ്ങേഷൻ വന്നു, മൂന്നാമത്തേലും കുറച്ചൊരു എലോങ്ങേഷൻ വരും അല്ലെ. ഇതെല്ലാം കൂടെ സം ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? ഫൈനൽ ലെങ്ത് കിട്ടുക, ഫൈനൽ ടോട്ടൽ ലെങ്ത് കിട്ടുക. ശരിയല്ലേ? അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ സോ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. ഓക്കെ, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് PL by AE അല്ലെ. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എൽ ഓർ ഡിഫോർമേഷൻ ഇസ് നത്തിങ് ബട്ട് PL by AE. Therefore your delta L here is nothing but PL1 by A1E plus PL2 by A2E PL3 by A3E. Okay, so this is the equation for deformation. Okay, and this is very important. Right, അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ബാർസ് 3 ആയതുകൊണ്ട് നമുക്ക് 3 ഇക്വേഷൻസ് വരും അല്ലെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ബാറിന്റെ ഇലോങ്ങേഷൻ പ്ലസ് സെക്കൻഡിന്റെ ഇലോങ്ങേഷൻ പ്ലസ് തേർഡിന്റെ ഇലോങ്ങേഷൻ. റൈറ്റ്, 2 ബാർ ആണെങ്കിൽ ഫസ്റ്റ് ഇലോങ്ങേഷൻ പ്ലസ് സെക്കൻഡ് ഇലോങ്ങേഷൻ മാത്രം മതി. റൈറ്റ്, ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോമോജീനിയസ് ഐസോട്രോപിക് മെറ്റീരിയലിന്റെ കേസിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് യങ്സ് മോഡുലസ്. റൈറ്റ്, നൗ ഇഫ് ദ മെറ്റീരിയൽ ഈസ് സെയിം, ഓക്കെ, ഇവിടെ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, ഓക്കെ, സെയിം മെറ്റീരിയൽ ആണെങ്കിൽ യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി മെറ്റീരിയൽ ഡിഫറെന്റ്, ഫോർ എക്സാമ്പിൾ ഇത് സ്റ്റീൽ, ഇത് കോപ്പർ, ഇത് ബ്രാസ് ആണെങ്കിൽ 3 മെറ്റീരിയൽ ഡിഫറെന്റ് യങ്സ് മോഡുലസ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് കേസിൽ യുവർ മെറ്റീരിയൽ ഇസ് സ്റ്റീൽ, സെക്കൻഡ് കേസിൽ യുവർ മെറ്റീരിയൽ ഇസ് കോപ്പർ, തേർഡിന്റെ കയ്യിൽ ബ്രാസ് ആണെങ്കിൽ ഈ ഡിഫറെന്റ് മെറ്റൽസ് എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് യങ്സ് മോഡുലസ് വാല്യൂസ് ആയിരിക്കും, അത് ബേസ് ചെയ്തിട്ട് അവിടെ ചേഞ്ചസ് വരും. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ നമുക്കറിയാം യുവർ P കോൺസ്റ്റന്റ് ആണ്, യങ്സ് മോഡുലസ് സെയിം മെറ്റീരിയൽ ആണ്. സിൻസ് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് യങ്സ് മോഡുലസ് E is also constant. You can take P by E as common, then L1 by A1 plus L2 by A2 plus L3 by A3 is the final equation for delta L, provided the material is same.
എന്ന് വെച്ചാൽ സെയിം മെറ്റീരിയൽ, സെയിം സ്റ്റീലാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ സെയിം കോപ്പർ ആണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. ഈ ഒരു ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് പഠിക്കണ്ട, അതാണ് ആദ്യത്തെ കാര്യം. ഒരു ഇക്വേഷൻ പോലും ബൈഹാർട്ട് പഠിക്കണ്ട, ആകെ അറിയേണ്ട കാര്യം ഇത് മാത്രമാണ്. സ്റ്റാൻഡേർഡ് ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ P/Aയും രണ്ടാമത് PL/Aയും ഇതിനെ അപ്ലൈ ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിൽ അപ്ലൈ ആവുന്നേ ഉള്ളൂ. റൈറ്റ്, ക്ലിയർ ആയെന്ന് തോന്നുന്നു, ആണോ? ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് റെഡിയാക്കാം. ഓക്കെ ആണോ? ഓക്കെ മറ്റേ ഇവനുണ്ടോ? ഓക്കെ സർ. സുഗത, സൗരഭ, സൗരഭ്, യെസ്. എടാ നീ ഉണ്ടാ? ഇന്നുണ്ടാ? ഒരാകെ ഉണ്ട് വന്നിട്ടുണ്ടാ? ഇല്ല, ഇന്ന് വന്നിട്ടില്ലേ? ഇന്നും ഇല്ലേ സൗരാഗ്? ഓക്കെ, ഞാൻ നോക്കളാം അല്ലേ? അപ്പൊ എന്താ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ഇന്ന് എന്നോടൊന്ന് എന്നത് വിളിക്കാൻ പറയണേ. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വിളിക്കുവായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഇത് നോട്ട് ചെയ്തോ? ചെയ്താ? സിനിമ കാണുന്ന പോലെ ഇരിക്കരുത്, കാര്യങ്ങൾ നോട്ട് ചെയ്യണം അല്ലേ? അല്ലേ, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഏറ്റവും ഫണ്ടമെന്റൽ പോർഷൻ ആയുള്ളൂ. നിങ്ങളുടെ സിലബസ് വളരെ 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 വാസ്റ്റ് ആണ്. സീനിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് വാസ്റ്റ് ആണ്. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രോബ്ലംസ് അത്യാവശ്യം മെനക്കെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് വൃത്തിയായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, നൗ നമുക്കൊരു പ്രോബ്ലം എടുക്കാം. പ്രോബ്ലം എഴുതിക്കോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. The bar shown in figure, the bar shown in figure the bar shown in figure is tested in UTM, is tested in UTM, tested in UTM, UTM universal testing machine, right? It is observed that a load of 40 kilonewton സർ ഇപ്പൊ ആ ബോർഡിൽ UTMന്റെ അപ്പുറത്തെ എഴുതിയാൽ നമുക്ക് കാണൂല. UTM വരെ എഴുതിയിട്ടുള്ളൂ, എന്റെ അപ്പുറത്തൊന്നും എഴുതിയിട്ടില്ല. ബാക്കി ഞാൻ കുറച്ച് മെയിൻ പോയിന്റ്സ് ഞാൻ എഴുതുന്നുള്ളൂ ക്വസ്റ്റ്യന്റെ, നിങ്ങളത് കണ്ടിന്യൂഷൻ എഴുതിക്കോ. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് at a load of 40 kilonewton, at a load of 40 kilonewton, 40, at a load of 40 kilonewton, kilonewton ആണ്, kilonewton, the total elongation of the bar is, the total elongation of the bar is 0.285 mm. 0.285 mm. Determine the Young's modulus of the material. Determine the Young's modulus of the material. Determine the Young's modulus of the material. അല്ലേ? ഫിഗർ ഇതാണ്, ഞാൻ ഫിഗർ വരക്കാം. Diameter D1 25 mm,
diameter D2 20 mm and diameter D3 25 mm. Okay. Length 160 mm, 240 mm, and finally 160 mm. സെയിം മെറ്റീരിയൽ സാറേ? സെയിം മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഡിറ്റർമിൻ ദ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഞാൻ ചെയ്യാം. അടുത്ത പ്രോബ്ലം എന്നിട്ട് നിങ്ങൾക്ക് 2 പ്രോബ്ലം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനും തരാം. ഓക്കെ, ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരു വലിയ പ്രോബ്ലം ആയിട്ടില്ല. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ നോക്കേണ്ടി വരാം. ആയില്ലേ? ഓക്കെ, സോ നമുക്ക് 3 മെറ്റീരിയൽസ് ആണല്ലേ. നമുക്കിത് എൻ്റെ ഫസ്റ്റ് മെറ്റീരിയൽ, സെക്കൻഡ് മെറ്റീരിയൽ, തേർഡ് മെറ്റീരിയൽ. എല്ലാവരും ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ബാർ ഷോൺ ഇൻ ദ ഫിഗർ ഇസ് ടെസ്റ്റഡ് ഇൻ UTM. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒക്കെ വരച്ചത് UTM-ൽ വെച്ചിട്ടായിരുന്നു അല്ലെ. ഒരു സിംഗിൾ ബാർ വെച്ചിട്ട്, ഇവിടെ ഒന്നല്ല 3 ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ബാറിനെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പൊ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എ ലോഡ് ഓഫ് 40 kN എന്ന് വെച്ചാൽ യുവർ P ഈസ് നത്തിങ് ബട്ട് 40 kN. ഓക്കെ, ലോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ദ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദ ബാർ ഈസ് 0.285 mm. ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് വെച്ചാൽ ഈ മൊത്തം ബാറിൽ വന്നിട്ടുള്ള ഫൈനൽ ഇലോങ്ങേഷൻ ആണ് എന്ത്? 0.285 mm. ഓക്കെ, നൗ ഡിറ്റർമിൻ ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ സെയിം മെറ്റീരിയൽ ആണ്, ത്രൂ ഔട്ട് സെയിം മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് എത്ര എന്നാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നൊരു ക്ലൂ ആക്കൂടെ ഒരു ക്ലൂ എന്ന് പറയാൻ എന്താ ഉള്ളത്? ദ ടോട്ടൽ ഇലോങ്ങേഷൻ അല്ലെ. ഇവിടെ ടോട്ടൽ ഇലോങ്ങേഷൻ. ഓക്കെ, ഏതൊരു പ്രോബ്ലം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയാലും ഈ ടോട്ടൽ ഇലോങ്ങേഷൻ ആണ് നമ്മുടെ മെയിൻ ക്ലൂ, റൈറ്റ്? ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഇലോങ്ങേഷൻ ഇസ് ഗിവൺ ബൈ delta L. നമുക്കറിയാം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് delta L of first one plus delta L of second one plus delta L of third one. It is equal to എത്ര? 0.285 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൈറ്റ്? നൗ നമുക്ക് ഇതിന് സോൾവ് ചെയ്ത് നോക്കിയാൽ delta L1 എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഡെറിവേഷൻ സ്റ്റെപ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. delta L1 അല്ലെ, ഡീഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. It is nothing but P L1 by A1E ആണ് അല്ലെ, പ്ലസ് P L2 by A2E plus P L3 by A3E is nothing but 0.285 ആണ് അല്ലെ, റൈറ്റ്? ഓക്കെ, നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ വാല്യൂസ് അറിയാം, എന്തൊക്കെ വാല്യൂസ് അറിയില്ല എന്ന് നോക്കാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നമുക്ക് ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ലോഡ് പി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. കോൺസ്റ്റന്റ് ലോഡാണ്, അതിന്റെ അകത്ത് വേറെ ലോഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, കോൺസ്റ്റന്റ് ലോഡാണ്. സോ ലോഡ് പി നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 40 kN, 40 kN ആണ്, റൈറ്റ്? നൗ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. L1 ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് വൺ, യെസ് തന്നിട്ടുണ്ട് 160 mm തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ ഫസ്റ്റ് വൺ, ഓക്കെ, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. 5/4 d² എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ πr² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ അത് പിന്നെ നോർമലി നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്ത πr² എന്നായിരിക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് πr² യൂസ് ചെയ്യേണ്ട തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ഗിവൺ വാല്യൂ എല്ലാം ഡയമീറ്ററിലായിരിക്കും. അപ്പൊ ബെറ്റർ നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിരിക്കും. 5/4 d² എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് റിസൾട്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല, റൈറ്റ്? നിങ്ങൾ സൗകര്യം അങ്ങനെ ചെയ്യാം. ബട്ട് എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകുന്നത് ഡയമീറ്ററിലായിരിക്കും, റേഡിയസിലായിരിക്കില്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്, റൈറ്റ്? ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ വരാം അല്ലെ, PL1 by A1E, റൈറ്റ്? നൗ സെക്കൻഡ് കേസിൽ P അറിയാം, L2 അറിയാം, A2 അറിയാം.
P അറിയാം, L3 അറിയാം, A3 അറിയാം അല്ലെ. L3 അറിയാം, A3 കണ്ടുപിടിക്കാം അല്ലെ. ഡയമീറ്റർ വന്നിട്ടുണ്ട്. അടുത്ത കേസിൽ ഡയമീറ്റർ വന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാം. റൈറ്റ്. സോ എല്ലാ വാല്യൂസും ഗിവൺ ആണ് എക്സെപ്റ്റ് യങ്സ് മോഡുലസ് ഇ. ഇപ്പൊ സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. സോ നേരത്തെ നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്ത ഇതേപോലെ തന്നെ P by E into L1 by A1 plus L2 by A2 plus L3 by A3 is equal to 0.285. Right. P value അറിയാം 40 into 10 to the power 3 അല്ലെ, 40 കിലോമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ലെങ്ത് L1 അറിയാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ എല്ലാ ഡയമെൻഷനും നോക്കിക്കഴിഞ്ഞാൽ ഇത് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടണിൽ ഉണ്ടാവും. കിലോ ന്യൂട്ടൺ, മെഗാ ന്യൂട്ടൺ അല്ല, കിലോ ന്യൂട്ടണിലായിരിക്കും അല്ലെങ്കിൽ ന്യൂട്ടണിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാലും അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നെ MM ആക്കിയിട്ട് തന്നെ വെക്കുക, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു ന്യൂട്ടൺ പെർ MM സ്ക്വയർ എന്ന് പറയുന്നത് മെഗാ പാസ്കൽ ആണ്. റൈറ്റ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് എഴുതാം 160 ഡിവൈഡഡ് ബൈ ഏരിയ എന്താ പൈ ബൈ 4 ഇൻറ്റു 25 സ്ക്വയർ പ്ലസ് L2 എത്ര 240 divided by pi by 4 into area of the second one, that is 20 square, plus L3 എത്ര 160 divided by pi by 4 into 25 square. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ is equal to 0.285. Okay, now solve this and find the value of Young's modulus. Okay, അപ്പൊ അത് ഞാൻ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ അത് സോൾവ് ചെയ്യാം, ആൻസർ നോട്ട് ചെയ്യുക. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഫൈനൽ ആൻസറിനേക്കാൾ ഇമ്പോർട്ടൻസ് ആ മെത്തേഡ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലോഡ് എല്ലാത്തിനും സെയിം ആണ് ഓരോന്നിന്റെയും. ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ നമ്മളോട് സ്ട്രെസ് ഒന്നും കാണാൻ പറ്റില്ല. സ്ട്രെസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഓരോ ഏരിയയിൽ. നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെയുള്ള ചില ട്വിസ്റ്റുകൾ ഇതിൽ പ്രതീക്ഷിക്കാം. വലിയ ട്വിസ്റ്റ് ഒന്നല്ല, ഇത് ഡയറക്റ്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോബ്ലം നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാൻ അടുത്ത പ്രോബ്ലം തരാം. നമുക്ക് കുറച്ച് സ്പീഡാക്കിയാലേ രക്ഷയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ഒരുപാടുണ്ട്, നല്ല വാസ്റ്റ് ആണ് നിങ്ങളുടെ സിലബസ്. തേർഡ് മൊഡ്യൂൾ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങളെ സീനിയേഴ്സിന്റെ 2 മൊഡ്യൂളാണ്. ഓക്കെ, അതിന്റെ സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലം എഴുതാം. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഇത്രയും കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ എല്ലാ കൺസെപ്റ്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പൊ എഴുതിക്കോ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The stepped bar shown in figure, the stepped bar shown in figure is made up of, the stepped bar shown in figure is made up of shown in figure is made up of 2 different materials. Is made up of 2 different materials. 2 different materials. The material 1 has a Young's modulus 2. The main point of different materials. Okay. Material 1 has a Young's modulus. Material 1 has a Young's modulus 2 into 10 to the power 5. 2 into 10 to the power 5 Newton per mm square. 2 into 10 to the power 5 Newton per mm square. Okay. While material 2 has a Young's modulus of 1 into 10 to the power 5 Newton per mm square. 1 into 10 to the power 5 Newton per mm square. Find the extension of the bar under a pull of. Find the extension of the bar under a pull of.
അല്ല, ഒരു കാര്യം ചെയ്യാം, എന്തായാലും ടൈം കഴിഞ്ഞു. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇന്നത്തെ ഇതുവരെയുള്ള നോട്ടും പാർട്ടും ഞാൻ അതിലേക്ക് ഷെയർ ചെയ്ത് തരാം. നാളത്തേക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. 2 പ്രോബ്ലം ഉണ്ട്. അറ്റംപ്റ്റ് ചെയ്യുക, കയ്യിൽ നിന്ന് പോകുന്ന പോട്ടെ, മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ആലോചിക്കാനുള്ള. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എവിടെ നിങ്ങൾ സ്റ്റക്ക് ആവുന്നോ അവിടെ സ്റ്റക്ക് ആവട്ടെ. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യാം. വേറൊരാളുടെ ആരോടും ചോദിച്ചിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അതവിടെ എവിടെയാണോ തെറ്റുന്നത് അവിടെ തെറ്റിക്കുക, അവിടെ തെറ്റട്ടെ, നിങ്ങൾ തെറ്റിക്കണം, അതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ തെറ്റിച്ചോ, തെറ്റിക്കുന്നൊന്നും ഒരു പ്രശ്നമല്ല, തെറ്റിക്കുക തന്നെ വേണം. അപ്പൊ തെറ്റിച്ച് 2-3 തവണ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാം, പക്ഷെ നോക്കി ഒന്ന് എഴുതി പകർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെയും പറ്റിക്കാനില്ല, എന്നെ പ്രത്യേകിച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാണ് കാര്യം, സ്വന്തമായിട്ട് ചെയ്യാം, പറ്റാവുന്നത്രയും സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. തെറ്റുന്നുണ്ടെങ്കിൽ തെറ്റട്ടെ. ഞാൻ എന്തായാലും ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് എന്റെ സൊല്യൂഷൻ പറഞ്ഞിട്ട് തന്നെ പോകും. ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഒന്ന് പെട്ടെന്നൊന്ന് അറ്റൻഡൻസ് പറഞ്ഞോ, പെട്ടെന്നൊന്ന് പറഞ്ഞു. 3. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാ. അഖിൽ, ആകാശ്, അമിത്, പ്രസന്റ് സാർ. അനിരുദ്ധ്, കാർത്തിക്,